വലിയ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്പീച്ചിലെല്ലാം അവർ ഈ ടൊണാലിറ്റീസ് കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്യുക, അവർ വാല്യൂ ജനറേറ്റേഴ്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ സമയം സ്പെൻഡ് ചെയ്യാവുള്ളൂ, അവരുടെ കയ്യിൽ നിന്ന് അവരുമായിട്ട് അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാവുള്ളൂ. നിങ്ങളാണ് ലീഡേഴ്സിനെ ഉണ്ടാക്കുന്നത്, അല്ലേ? ടോപ്പ് സെയിൽസ് ആൾക്കാർ യൂസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ടൊണാലിറ്റീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 3 ടൊണാലിറ്റീസ് നിങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ സെയിൽസ് ആൾക്കാരെ കൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല അവരുടെ ക്ലോസിംഗ് സിഗ്നിഫിക്കൻ്റ്ലി കൂട്ടാൻ പറ്റും. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷെ റിയാലിറ്റിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പം കേൾക്കുമ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുമെങ്കിലും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇത് എത്ര എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ടീമിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബിസിനസ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടൊണാലിറ്റി നമുക്ക് കയറാം, ടൊണാലിറ്റി ഓഫ് സിൻസിയറിറ്റി. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് പല ഡിഫറെൻറ്റ് ഇമോഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൾച്ചറലി അപ്രോക്സിമേറ്റ്ലി 42 ലക്ഷം വർഷം കൊണ്ട് ഇവോൾവ് ചെയ്തൊരു സ്പീഷീസ് എന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ മറ്റൊരാളെ എങ്ങനെ അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നെന്ന് ഒബ്സർവ് ചെയ്യാൻ സിഗ്നിഫിക്കൻ്റ്ലി കേപ്പബിൾ ഉള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ബ്രെയിനിൽ മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞ ന്യൂറോൺസ് ഉണ്ട്. ആ ന്യൂറോൺസ് വെച്ച് നമ്മൾ മറ്റൊരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് ഒരേ എക്സ്പ്രഷൻ, ഒരാൾക്ക് സങ്കടം, ഒരാൾക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഇമോഷൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള കേപ്പബിലിറ്റി മോസ്റ്റ് മെജോറിറ്റി ഓഫ് മനുഷ്യർക്കും ഉണ്ട്. കുറച്ച് എക്സെപ്ഷണൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അതിനുള്ള കഴിവില്ല, പക്ഷെ മോസ്റ്റ് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ആ ഇമോഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിലുള്ള നമ്മുടെ ന്യൂറോൺസ് എസെൻഷ്യലി പോയി അവരുടെ ന്യൂറോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുവാണ് അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്. ഇതും സെയിൽസ് നമ്മൾ എന്ത് ബന്ധം, അല്ലെ? ശരിക്കും എന്ന് വെച്ചാൽ നമ്മളൊരു സിൻസിയർ ആയിട്ടുള്ള ടോണിൽ സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ സിൻസിയർ ആയിട്ടുള്ള ടോണിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ടൊണാലിറ്റി നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഞാൻ നിങ്ങളോട് ഹേ ഇങ്ങനെ ചെയ്തേ ഒക്കുള്ളൂ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതും അതെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് ശരിക്കും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഞാൻ സിൻസിയറിറ്റി ടോണിലാണ് സംസാരിക്കുന്നത്. ഈ സിൻസിയറിറ്റി ടൊണാലിറ്റി അപ്പോൾ നമ്മൾ ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് പൃഥ്വിരാജോ നല്ല ആക്ടേഴ്സ് ആണ് നമ്മുടെ മലയാളികളായിട്ടുള്ള ആക്ടേഴ്സ് തന്നെ. അപ്പോൾ അവരെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ സിൻസിയറിറ്റിയിലേക്ക് പോകേണ്ട വരുമ്പോൾ അവർ സിൻസിയറിറ്റിയിലേക്ക് ഇറങ്ങുവാണ്, മോഹൻലാലിനെ സംബന്ധിച്ചോളം ജീവിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിൻസിയറിറ്റിയിലേക്ക് നിങ്ങൾക്ക് ട്രൂലി മോഹൻലാലിനെ പോലെ ഈ വലിയ ആക്ടേഴ്സിനെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സിൻസിയറിറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എസ്പെഷ്യലി നിങ്ങളൊരു സിൻസിയർ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ സിൻസിയറിറ്റി നിങ്ങൾക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ബ്രെയിന് സിഗ്നൽസ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഫേക്ക് സിൻസിയറിറ്റി കാണിച്ചാലും നിങ്ങൾ അവസാനം ആൾക്കാരെ പിടികൂടും. അപ്പോൾ സിൻസിയർ ആയിട്ട് വേണം വരാനായിട്ട്. സിൻസിയറിറ്റി ടൊണാലിറ്റി ആദ്യത്തെ ടൊണാലിറ്റി, രണ്ടാമത്തെ ടൊണാലിറ്റി ഇനി പോകാനുണ്ട്, മൂന്നാമത്തെ ടൊണാലിറ്റിയിലേക്ക് പോകാനുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ആദ്യത്തെ ടൊണാലിറ്റി ആയിട്ടുള്ള സിൻസിയറിറ്റി എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സിൻസിയർ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. നമ്മളെ സംബന്ധിച്ചോളം ചിലപ്പോൾ നമ്മൾ സിൻസിയർ ആകുമ്പോൾ ഇമോഷണലാവും. വളരെ ഇമോഷണലായിട്ട് വളരെ സിൻസിയർ ആയിട്ട് സംസാരിക്കുക, കുറച്ചുകൂടെ ഡീപ്പ് ലെവലിലാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? നിങ്ങൾ ഇത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, ഇത് ശരിയായി വന്നോളൂ, ശരിയായിക്കൊള്ളുന്നേ, എല്ലാം ശരിയായി. ക്ലിയർ ആണോ? ഇതാണ് സിൻസിയറിറ്റി ടൊണാലിറ്റി. ആ ടൊണാലിറ്റി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൊണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ് ആണ്. ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൊണാലിറ്റീസ് സെയിൽസിലുണ്ട്. ഞാനൊരു 3 മാത്രം ഇന്നത്തെ ഫോക്കസ് ഇടുവാണ്, ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട്. ഞാൻ റുബുചാണ്ടി 90 ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബെസ്റ്റ് ബുക്കിന്റെ ഓതറാണ്. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ 90 ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞ ബുക്ക് 10,000-കണക്കിന് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് ബിസിനസ്സുകാർക്ക് കോടികളായിട്ടുള്ള രൂപ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആ ബുക്ക് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുവാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്റെ കൂടെ 28 ഡേയ്സിൽ നിങ്ങൾക്കൊരു വെർച്വൽ മെന്ററിംഗ് ഞാൻ തരുവാണ്. ഞാൻ നിങ്ങൾക്ക് 28 ഡേയ്സിലേക്ക് വോയിസ് ഇട്ട് തന്ന് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഒരു കോസ്റ്റും ഇല്ല. ഇത് എന്റെ ഗിഫ്റ്റ് ആണ്. നിങ്ങൾ എന്റെ ചാനലിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട്, നിങ്ങൾ എന്റെ ലോകത്തേക്ക് വന്നതുകൊണ്ട്, നിങ്ങൾ എന്ത് വീഡിയോ ആണ് വാച്ച് ചെയ്യുന്നെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്തതിന് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നു. ഇവിടെ താഴെ പോവുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ വെർച്വൽ മെന്ററിംഗ് ജേർണിയിലൂടെ യാത്ര ചെയ്യാൻ. അപ്പോൾ ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. ഞാൻ നിങ്ങളോട് വളരെ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ആദ്യം നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്? കോഴി സൗണ്ട് ഉണ്ടാക്കുകയാണ്, അല്ലേ? അപ്പൊ നിങ്ങൾ അത് അറിയാവുന്ന കാര്യമല്ലേ, എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്?
ക്ലിയർ ആണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിച്ച് നമ്മൾ നിറഞ്ഞ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഏമ്പക്കം വിടുകയാണ് ചെയ്യുന്നത്. പറഞ്ഞ സൗണ്ടിൽ ഏമ്പക്കം വിടും അല്ലേ? നമ്മളെ സംബന്ധിച്ചോളം ഇത് ഇംപ്ലൈഡ് ആണ്, ഓബ്വിയസ് ആണ്. സാധാരണ രണ്ടുപേരെ കല്യാണം കഴിച്ചാൽ ഈ പറഞ്ഞ എന്താണ് സംഭവിക്കുന്നത്? 1-2 വർഷത്തിനുള്ളിൽ ഒരു കുട്ടി ഉണ്ടായി വരും, ജനറലി സ്പീക്കിംഗ്. ഓക്കെ, ഇത് ഓബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഓബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഓബ്വിയസ്നെസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജിങ് ടൊണാലിറ്റിയാണ് ഇംപ്ലൈഡ് ഓബ്വിയസ്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇംപ്ലൈഡ് ഓബ്വിയസ്നെസ് എന്ന് പറഞ്ഞാൽ അതൊരു ടൊണാലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ബേസിക്കലി ഇപ്പൊ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ ജനറേറ്റർ മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ജനറേറ്ററെ സംബന്ധിച്ചോളം ഇങ്ങനെയാണ്. അപ്പൊ അത് 2 ലക്ഷം രൂപയാണ്. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചോളം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതാണ്. അപ്പൊ ആ ജനറേറ്ററാണ് നിങ്ങൾ വാങ്ങേണ്ടത്. 2 ഓപ്ഷൻസ് ഉണ്ട്. 3 ലക്ഷത്തിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ബേസിക്കലി അത് നിങ്ങൾക്ക് ആവശ്യമില്ല. ശരിക്കും 2 ലക്ഷത്തിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ച് മാനുവൽ ഒരു ചെറിയ വർക്ക് വരും. പക്ഷേ ബേസിക്കലി അതിനുവേണ്ടി 1 ലക്ഷം രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആ 2 ലക്ഷത്തിന്റെ അങ്ങ് ഓർഡർ ചെയ്താൽ മതി. ക്ലിയർ ആണോ? അതിനകത്തൊരു ഓബ്വിയസ്നെസ് കണ്ടോ? മനസ്സിലായി? ഞാൻ ഓവർ എക്സൈറ്റഡ്. 2 ലക്ഷത്തിന് ഒരു ജനറേറ്റർ ഉണ്ട്, 3 ലക്ഷത്തിന് ജനറേറ്റർ ഉണ്ട്. ആ 3 ലക്ഷത്തിന് ജനറേറ്റർ മേടിക്കേണ്ട ആവശ്യമില്ല. 2 ലക്ഷത്തിന് മേടിച്ചാൽ മതി. ആ 2 ലക്ഷത്തിന് മേടിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാനുവൽ ആയിട്ടുള്ളതാണെങ്കിൽ എന്നാ കുഴപ്പം? നിങ്ങൾക്കുള്ള ഇഷ്ടംപോലെ സമയമുള്ള ചെയ്താൽ പോരെ. ഇങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഇംപ്ലൈഡ് ഓബ്വിയസ്നെസ് ആണ്. എന്നുവെച്ചാൽ മഴയായി, ഓ ഇനിയിപ്പം തോട്ടിൽ വെള്ളം ഉണ്ടാവും. ഇതുപോലെ കാഷ്വലാണത്. നല്ല മഴയായി, ഓ ഇനിയിപ്പോ തോട്ടിലെല്ലാം വെള്ളപ്പൊക്കം ആയിക്കോളും. ക്ലിയർ ആണോ? നമുക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ സെയിൽസിലെ ക്ലോസിംഗ് കോൺവെർസേഷന്. നിങ്ങളുടെ ക്ലോസിംഗ് കോൺവെർസേഷന് ആ ഇംപ്ലൈഡ് ഓബ്വിയസ്നെസ് വരണം. ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ടൊണാലിറ്റി എന്ന് പറയുന്നത് സർട്ടനിറ്റിയാണ്. സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഇത് ലോകത്തിലുള്ള വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഈ പറഞ്ഞ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ്, കമ്മ്യൂണിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പ്രസിഡന്റ് ഒബാമ എടുത്ത് നോക്കുവാണെങ്കിൽ, ഗാന്ധിയുടെ സ്പീച്ചുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ, അതുപോലെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള റൊണാൾഡ് റീഗനും അല്ലെ വലിയ പ്രോമിനന്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്പീച്ചിലെല്ലാം അവർ ഈ ടൊണാലിറ്റീസ് കൊണ്ടുവരാറുണ്ട്. അവർ സിൻസിയറായിട്ട് ചിലപ്പോൾ സംസാരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ആ കുളിര് വരും. അപ്പൊ ആ സമയത്ത് അവർ ഭയങ്കര ഹൈ ഇന്റൻസിലേക്ക് പോകും. അപ്പൊ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഇതാണ് പൊരുതാൻ റെഡിയാണ്. നിങ്ങളുടെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കണം. രാജ്യം നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്നുള്ളതല്ല, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം എന്ന് റൊണാൾഡ് റീഗൻ ചോദിക്കുകയാണ്. അപ്പൊ റൊണാൾഡ് റീഗന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിനകത്ത് സർട്ടനിറ്റിയാണ്, ഉറപ്പാണ് ഫീൽ ചെയ്യുന്നത്. മാർട്ടിൻ ലൂതർ കിംഗ് പറയും, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരും വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരും അവരുടെ മക്കളും ഒരുമിച്ചിരുന്ന് ഒരു മേശപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് കാണണം. അത് കാണുന്നതാണ് എൻ്റെ സ്വപ്നം. അത് മാത്രമല്ല, ഫ്രീഡത്തിന്റെ മണിമുഴക്കം. ഓക്കെ, കൊളറാഡോയുടെ മുകളിലുള്ള മലയിൽ നിന്നും മിസിസിപ്പിയിൽ നിന്നുള്ള ഈ പറഞ്ഞ രീതിയിൽ ലിറ്റിൽ റോക്ക് മൗണ്ടന്റെ മുകളിൽ നിന്നും ആ മണിയൊഴക്കം എനിക്ക് കേൾക്കണം. ആ മണി കിലുക്കം എനിക്ക് കേൾക്കണം. ആ അതാണ് എൻ്റെ സ്വപ്നം. ക്ലിയർ ആണോ? അമേരിക്ക ഈ പറഞ്ഞ രീതിയിൽ ഒരു ചെക്ക് കൊടുത്തു ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക്, മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ സ്പീച്ചിൽ നിന്നാണ്. അപ്പോൾ ആ ചെക്ക് ബൗൺസ് ആയിപ്പോയി. ആ ബൗൺസ് ആയിപ്പോയുള്ള ചെക്ക് ക്യാഷ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഇതാണ് അബ്സല്യൂട്ട് സർട്ടനിറ്റി. ക്ലിയർ ആണോ? ഇതാണ് സെയിൽസിൽ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടൊണാലിറ്റി. അബ്സല്യൂട്ട് സർട്ടനിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ചുള്ള ഇത് കാണാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ അബ്സല്യൂട്ട് സർട്ടനിറ്റി നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം മോഹൻലാലിൽ കാണാം. മോഹൻലാലിൽ ചില സിനിമകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അബ്സല്യൂട്ട് സർട്ടനിറ്റി കാണാം. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ചാടി എഴുന്നേറ്റ് ഇപ്പൊ നാട്ടിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് മാസ് ഡയലോഗ് എന്ന് പറയില്ല, മാസ് ഡയലോഗ്. അപ്പൊ മാസ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. ഇവിടെ മോഹൻലാൽ പറഞ്ഞേക്കുന്ന ഒരു ഡയലോഗ് വരുമ്പോൾ ആൾക്കാരെ തീർക്കുക. അപ്പൊ നമ്മുടെ രജനീകാന്ത് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചാടി എഴുന്നേറ്റിട്ട് പിച്ചാത്തി സ്ക്രീനിലേക്ക്, പണ്ടാണ് തുണിയുടെ സ്ക്രീനാണ് അതിലേക്ക് എറിയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ഈ അബ്സല്യൂട്ട് സർട്ടനിറ്റിയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എസ്പെഷ്യലി ഭയങ്കര ലീഡേഴ്സിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല ലീഡറോ മോശം ലീഡറോ എന്താണേലും നിങ്ങളുടെ ഫ്രണ്ട് നിൽക്കുന്ന നിങ്ങളുടെ ലീഡർഷിപ്പിനെ എടുത്ത് നോക്കിയാൽ, പൊളിറ്റീഷ്യൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം സർട്ടനിറ്റി ഉള്ളവരാണ്. സർട്ടനിറ്റി ഉള്ളവര് മണ്ടന്മാരാണെങ്കിലും അവരെ ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ട്. സർട്ടനിറ്റി ഉള്ളവർ പറയുന്നത് തെറ്റാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർട്ടനിറ്റി ഉള്ളവരായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ അബദ്ധങ്ങൾ പറയുന്നവർ. കാരണം അവരുടെ അബദ്ധങ്ങളിൽ അവർ ശക്തമായിട്ട് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ സർട്ടനിറ്റി അബ്സല്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ തിരുമണ്ടനാണെങ്കിലും ആൾക്കാർ പുറകെ പോകും. കാരണം വെച്ചാൽ സർട്ടനിറ്റി അഡിക്റ്റീവ് ആണ്. മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൊണാലിറ്റിയാണ് സർട്ടനിറ്റി. കാരണം നമുക്ക് ഉറപ്പ് കിട്ടുവാണ്. സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ ആംപാറ്റകളൊക്കെ ലൈറ്റ് കാണുമ്പോൾ തന്നെ ലൈറ്റിന്റെ പുറകെ പോവുകയല്ലേ.
ലൈറ്റിന് പുറകെ പോകുന്ന പോലെയാണ്. അപ്പൊ ആ ലൈറ്റ് ചിലപ്പോൾ നല്ല ഇതിലേക്കായിരിക്കും, അല്ല ട്രെയിൻ വരുന്നതായിരിക്കും. ചിലപ്പോൾ ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ ആയിരിക്കാം, അല്ല ട്രെയിൻ വരുന്നതായിരിക്കാം. രണ്ട് പോസിബിൾ ആണ്. നമ്മളൊരു ടണലിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് കാണുമ്പോൾ ഓ കൊള്ളാൻ രക്ഷപ്പെടാൻ വന്നു എന്ന് ഉറച്ചു കേട്ടു, ട്രെയിൻ നമ്മളെ മറിച്ചിടുവാണ്. ക്ലിയർ ആണ്. ഓപ്പോസിറ്റ് സൈഡിൽ ലൈറ്റ് വന്നു, നമ്മൾ സേഫ് ആയിട്ട് ഇന്റലിജന്റ് ആയിട്ട് നോക്കി ട്രെയിൻ അല്ലെന്ന് ഉറപ്പ് വരുത്തി, അപ്പൊ ലൈറ്റ് ആണെന്ന് കാണുമ്പോൾ ടക്കെന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടു പോവാണ്. ക്ലിയർ ആണോ? ഇത് രണ്ടും വരുന്നത് സർട്ടനിറ്റിയിൽ നിന്നാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ഈ സർട്ടനിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉറപ്പ് വരുത്തുക. സർട്ടനിറ്റി ഉള്ളവരെ നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്യുക. അവർ വാല്യൂ ജനറേറ്റേഴ്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ സമയം സ്പെൻഡ് ചെയ്യാവുള്ളൂ, അവരുടെ കയ്യിൽ നിന്ന് അവരുമായിട്ട് അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാവുള്ളൂ. നിങ്ങളാണ് ലീഡേഴ്സിനെ ഉണ്ടാക്കുന്നത്, അല്ലേ? ഇപ്പൊ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാവുള്ളൂ. പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ സ്പിരിച്വൽ ലീഡർഷിപ്പോ റിലീജിയസ് ലീഡർഷിപ്പോ എന്ത് ലീഡർഷിപ്പ് ആണെങ്കിലും ബിസിനസ് ലീഡർഷിപ്പിലാണെങ്കിലും ഓക്കെ. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ സെൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സർട്ടനിറ്റിയിൽ കൺവേ ചെയ്താൽ ബേസിക്കലി ഇവർക്ക് ഈ കൾട്ട് ഫോളോയിങ് ഉള്ള പോലെ അത് ലോകത്തിലുള്ള ലീഡേഴ്സിന് ഹിറ്റ്ലറിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ആലോചിക്കുക, ഹിറ്റ്ലറിനെ ഫോളോ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഹിറ്റ്ലറുടെ സ്പീച്ച് കേൾക്കുമ്പോൾ ആൾക്കാർ എക്സൈറ്റഡ് ആവുകയാണ്, ആൾക്കാരുടെ തലമുടി നേരെ നിൽക്കുമായിരുന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല തലമുടി എങ്ങനെ നേരെ നിൽക്കുന്നത് എനിക്ക് അറിയത്തുമില്ല, പക്ഷെ തലമുടിയിൽ കുളിര് കോരുമായിരുന്നു പുള്ളിയുടെ സ്പീച്ച് കേൾക്കുമ്പോൾ. അത്രയും സർട്ടനിറ്റിയിലാണ് പുള്ളി ടോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൊണാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തോരം ഭയങ്കരമാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടെ നമ്മൾ ഈ കോൺവെർസേഷൻ തീർക്കുവാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഐ സി യു നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, എൻ്റെ കയ്യിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, നിങ്ങൾ ചാർജ് ഇടുവാണെങ്കിൽ അതിനെക്കുറിച്ച് ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ സൈക്കോളജി, ന്യൂറോളജി, ബിസിനസ്സിൻ്റെ പിന്നിലുള്ള ബിഹൈൻഡ് ദ സീനിലുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത് ചാർജ് ഇടുക. വിൽ ബി ഹാപ്പി ടു ഷെയർ ദാറ്റ് വിത്ത് യു. സീ നെക്സ്റ്റ് ടൈം.